everyone. എല്ലാവർക്കും നമസ്കാരം. Today is a very special day. We all are gathered here to celebrate a massive milestone. The very first trip around the sun of our little superstar, Tambu. ഒരു വർഷം മുമ്പേ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് വന്ന ഒരു ചെറു പുഞ്ചിരി. ഇന്നിത് സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് ആസ് ടുനൈറ്റ്. നമ്മുടെ ഈ സെലിബ്രേഷനിൽ സത്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആണ് അല്ലേ? പിള്ളേരുടെ കുറുമ്പും കരച്ചിലൊക്കെ കേട്ട് അവരെ ലാളിച്ച് വളർത്തുന്ന നമ്മുടെ ഫാമിലിയുടെ റിയൽ പില്ലേഴ്സ്. Today we are so lucky to have the blessings of the elders here. നമുക്ക് തമ്പുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപിയച്ഛനെയും റീനാമ്മയും തമ്പുവിൻ്റെ സ്വന്തം അപ്പയെയും ശ്രീയമ്മയെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ തമ്പുവിൻ്റെ സ്വന്തം രുക്കോപ്പോളെയും വെളിയെയും മാധുവിനെയും കൂടി നമുക്ക് സ്റ്റേജിലേക്ക് Alright everyone, it's time for the grand reveal. Let's welcome the power couple of the night, Ashray and Archana. The two people who survived a whole year without proper sleep just to keep him smiling. Let's have a round of applause. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയും കൂടിയാണല്ലോ ജനിക്കുന്നത്. So we are celebrating first anniversary of parenting of Mr. and Mrs. Ashray.
സ്പെഷ്യൽ മൂമെന്റ് ആണ് ഇനി നമ്മുടെ ഒരു വർഷം മുമ്പ് നമ്മുടെ ലൈഫിലോട്ട് വന്ന തമ്പൂട്ടൻ. അവനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? സോ അവന്റെ പ്രിയപ്പെട്ടവർക്ക് തമ്പൂട്ടനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളതെന്നും അവന് നൽകാനുള്ള ബർത്ത്ഡേ വിഷസുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ രാത്രിയുടെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഒരു വർഷം, അതായത് 365 ദിവസം ശരിക്കും ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത് അല്ലേ? തമ്പുവിൻ്റെ ഫസ്റ്റ് ക്രൈ തൊട്ട് അവൻ്റെ ഫസ്റ്റ് സ്മൈല്, പിന്നെ അവൻ്റെ ചെറിയ ചെറിയ ആ കാഴ്ചപ്പാടുകൾ, തമ്പുവിൻ്റെ ഒരു വർഷത്തെ സുന്ദരമായ നിമിഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂടി നിന്ന് കാണാം. എൻ്റെ കയ്യിലേക്ക് നേഴ്സ് തമ്പുവിനെ പണം തരുമ്പോൾ എന്താ ചെയ്യണ്ടേ, മീൻസ് കയ്യിലേക്ക് മേടിക്കുന്നു, എന്താണ്, അതായത് മനസ്സിൽ സന്തോഷമാണ്. എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഒരു എന്താ പറയാ, ലൈഫിലൊരു ബെസ്റ്റ് മൊമെന്റ് ആയിരുന്നു അത്. ഒരു കുട്ടീനെ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നതും പിടിക്കുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും തമ്പുവിനായിരുന്നു. പക്ഷെ തമ്പു വന്നേ പിന്നെ എന്താ, ലൈഫിലൊരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അവനെ നന്നായിട്ട് വളർത്തണം, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത ഒരാളുണ്ട് ഈ ലോകത്തിൽ, വേറെ ആർക്കും എന്നെ ആവശ്യമില്ലെങ്കിൽ എന്നെ ആവശ്യമുള്ള ഒരാളുണ്ട് എന്ന് എനിക്ക് തോന്നിയത് അവന്റെ ഒരു ഫേസ് കണ്ടപ്പോഴാണ്. എത്രത്തോളം വലുതായാലും എപ്പോഴും അച്ഛനമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മക്കൾ എത്ര വലുതായാലും അവർക്ക് എപ്പോഴും മക്കൾ കുഞ്ഞാണെന്നുള്ളത്. ആ ഒരു ഇമോഷൻ ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. സത്യം. സോ തമ്പു എത്ര വലുതായാലും ഇപ്പൊ തമ്പു അച്ഛയുടെ അമ്മയുടെ കയ്യിൽ എത്ര ആയിട്ടിരിക്കണ അതേ ഇമോഷൻ അല്ലെങ്കിൽ അതേ സ്നേഹം തന്നെ ആയിരിക്കും തമ്പു ഒത്തിരി വലുതായാലും ഞങ്ങളെക്കാളും വലുതായാലും ഞങ്ങൾക്ക് ഉണ്ടാവുക. തമ്പുവിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്കും സംഗതി അത്ഭുതം തോന്നുകയാണ്. ഒരു വർഷമായോ? പിന്നെ ഒരു വർഷമായിട്ട് ഞാൻ പുറത്തേക്ക് പോയിട്ടില്ല വൈകുന്നേര സമയങ്ങളിൽ. കാരണം എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെന്ന് വെച്ചാൽ ഇവൻ്റെ ഒരു ചിരി കണ്ടു കഴിയുമ്പോഴത്തേക്കും സംഗതി പോകാൻ തോന്നുന്നില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ആയിട്ട് നമ്മൾ വരികയാണെങ്കിൽ തന്നെ അവൻ്റെ ഒരു ചിരി കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ടെൻഷനൊക്കെ അങ്ങോട്ട് മാറും. അതുമല്ല അവനെ സംബന്ധിച്ചോളം അവനെല്ലാം വേഗം ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്നാണ് അവന് നടക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടായത്. ആദ്യമൊക്കെ നമ്മൾ പിടിച്ച് നടക്കുമെങ്കിലും ഇപ്പൊ അവൻ തനിച്ച് നടക്കാനുള്ള ഒരു ടെൻഡൻസി, പെട്ടെന്നാണ് അവന്റെ ഓരോരോ മാറ്റങ്ങൾ. സംസാരമാണെങ്കിലും കുറച്ച് നാൾ ഇതുപോലെ തന്നെ അച്ചാച്ച എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പിന്നെ കുറച്ച് നാൾ അത് സൈലന്റ് ആയി. ഇപ്പോൾ രണ്ടാമത് അച്ചാച്ച തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ നിമിഷവും അവന്റെ ഓരോരോ പ്രവൃത്തികൾ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു കുളിർമയാണ്. തമ്പുടു കുഞ്ഞനാണ് എൻ്റെ ലോകം. ഒരു ദിവസം തുടങ്ങുന്നതേ അവനുമായിട്ടാണ്. രാവിലെ എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ കിടക്കുന്നത് വരെ ഞങ്ങൾ രണ്ടുപേരുമാണ്. അവനാണ് എൻ്റെ ലോകം, സർവസ്വം. എന്റെ മക്കള് വലുതായതിനു ശേഷം പിന്നെ ഒരു കുഞ്ഞുവാമ വന്നത് എന്റെ ഒരു പേരക്കുട്ടിയാണ്. ഞങ്ങൾക്ക് ഏപ്രിൽ മാസത്തില് കിട്ടിയ ഒരു വിഷുക്കൈ നീട്ടമായിട്ടാണ് അവന് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ ജനിക്കണതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായി അവനൊരു ആൺകുട്ടി തന്നെയാണെന്ന്. അതുപോലെ തന്നെ ഒരു ഉണ്ണിക്കണ്ണനാണ് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയത്. അവന്റെ കളിയും ചിരിയും ഒക്കെ കാണാനായിട്ട് ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്ക് എനിക്ക് തോന്നും കൊച്ചിനെ കാണണമെന്ന്. അപ്പൊ തന്നെ ഞാൻ വിളിക്കും, വീഡിയോ കോൾ ചെയ്യും, കൊച്ചിനെ കാണും. എനിക്കിപ്പോ അവനില്ലാത്തൊരു ലോകമില്ല. അവന്റെ കളിയും ചിരിയൊക്കെ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അരവിന്ദനും അർച്ചനയ്ക്ക് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന ആദ്യത്തെ കുട്ടിയാണ് തമ്പുരു. ഒരു വർഷം പോയി ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾക്ക് കാണാണ്ടിരിക്കാനും പറ്റില്ല. ഒരു വർഷമായി തമ്പു ജനിച്ചിട്ടെന്ന് പറയുമ്പോൾ ഒരു വർഷം ഇങ്ങനെ നീണ്ടുപോയി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു വർഷം അവൻ ജനിച്ചിട്ട് ഒരു വർഷം ആയി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോഴും അവൻ ആ പണ്ട് ആദ്യം കിട്ടിയ പോലത്തെ ആ ഒരു ഫീൽഡിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇപ്പോഴും അവനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 1 വയസ്സായി. അപ്പോ ഇവനെ തമ്പുവിനെ കുറിച്ച് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഹാപ്പി ഫീൽ എന്ന് തന്നെയാണ് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഹാപ്പി ഫീൽ എപ്പോഴും ഭയങ്കര ചിരിയാണ്, ഭയങ്കര സന്തോഷത്തോടെ എപ്പോഴും ഇരിക്കുള്ളൂ. ആരെ കണ്ടു കഴിഞ്ഞാലും ചിരിക്കും, നേരെ കയ്യിലേക്ക് പോകും. അപ്പൊ പെട്ടെന്ന് ചോദിക്കുമ്പോ ഇതൊക്കെയാണ് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നത്. ഇപ്പൊ പയ്യെ നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തമ്പുച്ചി ഹാപ്പി ബർത്ത്ഡേ ടു യു. തമ്പുവിനെ ഭയങ്കര ഇഷ്ടാണ്, കാരണം അവൻ ക്യൂട്ടാണ്. തമ്പു എന്റെ കൊച്ചുമോൻ, അത്രേ ഉള്ളൂ. എന്റെ കൊച്ചുമോനാണ്. എന്നെ കണ്ട് ഓടി ഓടി വരും. ഞങ്ങളുടെ കമ്പൂട്ടന്റെ ഈ ചിരി എപ്പോഴും അവന്റെ കൂടെ ആ ഇന്നസെൻസോടുകൂടി തന്നെ എപ്പോഴും ഉണ്ടാവട്ടെ. ലൈഫ് ലോങ് അവൻ ആ ചിരിയും ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
സത്യത്തിൽ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഒബ്വിയസ്ലി ഭയങ്കര പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് തോന്നി. അതേപോലെ തന്നെ പിന്നെ അതോടൊപ്പം തന്നെ അവന് ഓരോരോ ഡെവലപ്മെന്റ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എഴുതുന്നതും കമ്മിലൊക്കെ ചേച്ചി ഷെയർ ചെയ്യുന്ന ഒരു പ്രൗഡ് ഫീലിംഗ്. തമ്പുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തമ്പു ഒരു കുഞ്ഞനിയനെ പോലെ തന്നെ എനിക്ക്. ഞാനെപ്പോ കാറിന് വന്നാലും അവനപ്പോ തന്നെ കാറിൽ ചാടി കയറും. ആള് കാറിനോടൊക്കെ ഭയങ്കര ക്രേസാണ്. എൻ്റെ ഒപ്പം എപ്പോഴും കാറിൽ ചാടി കയറി. പിന്നെ അതിൽ നിന്ന് ഇറക്കാൻ ഭയങ്കര പണിയാണ് ആളെ. പിന്നെ അവനെ കാണുമ്പോൾ എപ്പോഴും നല്ല ക്യൂട്ടായതുകൊണ്ട് എപ്പോഴും എടുത്ത് കൊണ്ടുനടക്കാൻ തോന്നും. ആള് ഭയങ്കര സൈലന്റ് ഒക്കെയാണ്. തമ്പുരുവിന്റെ 1ാം പിറന്നാളിന്റെ ആഘോഷത്തിന്റെ ഒരു രാവിലേക്ക് കടക്കുകയാണ്. വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളെല്ലാവരും ഒത്തുചേരുന്നത്. നമ്മുടെ അടിപൊളിയല്ലേ? വിഷുവിനാണ് ജനിച്ചത്. ഞങ്ങളുടെ തമ്മണത്ത് ഫാമിലിയില് ഞങ്ങളുടെ വീട്ടിലേക്കൊരു കുഞ്ഞു ബേബി വന്നിട്ട് 1 വർഷം ആവാറായി. അതാണ് ഞങ്ങളുടെ തമ്പുടു. തമ്പുവിനെ കുറിച്ചിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ ഇടയിലേക്ക് വന്നൊരു കുഞ്ഞുവാവയാ തമ്പു. ഒരു 7 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു കുഞ്ഞുവാവ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അവന്റെ വരവ് ഭയങ്കര സ്പെഷ്യലായിരുന്നു. കുറെ ചേട്ടന്മാരും ചേച്ചിമാരും പിന്നെ ഇതുപോലെ തന്നെ അമ്മമാരെന്നും പറയാം, എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ലാളിച്ച് വളർന്നതാണ് നമ്മുടെ തമ്പൂട്ടൻ. ഇപ്പൊ 1 വർഷമായി എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ എന്താ പറയാ, തമ്പുവിന്റെ വളർച്ചയുടെ ഓരോ സ്റ്റേജ് ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നമ്മളെല്ലാരും കണ്ടോണ്ടിരിക്കുവായിരുന്നു. அதில் திருத்தங்கள் நீ செய்தாய் கண்ணே. இந்த நிமிடம் நீயும் வளர்ந்து என்னை தாங்க அடுத்த கணமே குழந்தையாக என்றும் இருக்க வேண்டினே. தோளில் ஆடும் சேலை தொட்டில் தான் பாதி வேலை. பல 100 மொழிகளில் பேசும் முதல் மேதை நீ. இசையாக பல பல ஓசை செய்திடும் ராவணன் ஈடில்ல என் மகன். என்னை தள்ளும் குழி கண்ணத்தில் என் ஸ்வர்க்கத்தை நான் கண்டேன் கண்ணே. என்னை கிள்ளும் விரல் மெத்தைக்குள் என் மொத்தத்தை நான் தந்தேன் கண்ணே. இதிடும் ராவணன் ஈடில்ல என் மகன். തമ്പുവിന് അച്ഛയുടെയും അമ്മയുടെയും വക ഹാപ്പി ബർത്ത്ഡേ. മണ്ണാന്ന് മണ്ണാന്ന് ഒന്ന് വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന്. അതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് പട്ടണ് നിറ
പെണ്ണല്ലേ തീയാടാൻ തിറയാടാൻ മാണിക്ക കവിലുറഞ്ഞാടാൻ ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചിച്ചി അടിച്ചാട്ടെ മഴ തുളി കളിച്ചാട്ടെ മിന്നൊലിഞ്ഞാട്ടെ ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചിച്ചി അടിച്ചാട്ടെ മഴ തുളി കളിച്ചാട്ടെ മിന്നലെറിഞ്ഞാട്ടെ മകരം മുതിയും പൂമ്പാറ്റയെ കനവിൻ കണ്ണാടിയിൽ തെളിയും വാദങ്ങളെ മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ Love you, baby. Hi, biggie, 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 biggie. കണ്ടരമാവിന്റെ കൊമ്പത്തിരിക്കണം മമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ കണ്ടരമാവിന്റെ കൊമ്പത്തിരിക്കണം കരിക്കിന്റെ കണ്ണ് തുമ്പത്തേറിച്ച് തുള്ളണം എന്താ പെണ്ണ റമ്മെടുത്തതിൽ കരിക്കൊഴിച്ചിട്ട് വരിച്ചു കേട്ടട ചങ്ങായി മൊട്ടപ്പത്തിരി മട്ടൻ ചാറില് കുഴച്ചു തിന്നട ചങ്ങായി നാട്ടിലുള്ളൊരു ഓട്ടോക്കാരന് ലോട്ട കിട്ടിട ചങ്ങായി ലോട്ട കിട്ടിയപ്പോ നോട്ട് കൊണ്ടവൻ കോട്ടു തുന്നിട ചങ്ങായി കൂടി ചന്തയിൽ ഞാനും പണ്ടോട്ടോയിൽ ചത്തി പറന്നവനാ 3 നേരം ജില്ല ചിക്കൻ തിന്നാറില്ല ഒറിയ പണിഞ്ഞവനാ പണ്ടേ നീ ഒരു മണിയല്ലേ കയ്യിലിരിപ്പു കെണിയല്ലേ ഉച്ചയിൽ നമ്മുടെ ശുക്രൻ ഉദിച്ചത് കുഞ്ഞില്ലേടാ Is it 66557? Yes. May I speak to Miss Sunita Menon? No, it's wrong number. Baby, come on and tell me that you feel it too. I wanna live my life for you. Baby, you gotta tell me that you feel it too. ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ തുടർന്ന് പൂവിരിഞ്ഞു അതിലായിരം ആശകളാ
നീ കളമ്പാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ കരളേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കും കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിളുകാതെ அடுத்தவன் குடிச்சாருங்க வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா பாம்பே அல்வா போல என் பேரத்தான் நெல்லுவா வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா பாம்பே அல்வா போல என் பேரத்தான் நெல்லுவா எவனு ஏறலாமா தோட பக்கம் பசந்து இவத ராஜா நகர் சிறி ரூபாய்க்கு மல்லிகா நீ கடிச்சா மல்லிகா போல நிப்பா பஞ்சனை நீ குடிச்சா பாட்டுத்தான் படிச்சிருப்பா கொஞ்சம் கொஞ்சம் பேர் நடிச்சிருப்பா குடிச்சா வச்சுக்கலாம் மனசுல தச்சுக்கலாம் வெடிக்காத இருக்கா வேண்டாத ஆள் இருக்கா மைட்டிய பாலுன்னு மல்லிகா கூப்பிடுறா